എഗ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 വലിയ സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു വലിപ്പം ഉണ്ടാവും. ഇങ്ങനെ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു കേരള സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇത്തിരി അധികം വെളിച്ചെണ്ണ വേണം, കാരണം ഇത്രയും സവാള നമുക്ക് വഴറ്റിയെടുക്കണ്ടേ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻസ് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്യാം. ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യാം. ഇനി നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായി വഴന്ന് ഒരു ഗോൾഡൻ കളർ ആവണം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് സവാള വഴന്ന് വരും. എന്നിട്ട് നമ്മളൊരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത്തിരി സമയം എടുക്കും ഇത് വഴന്ന് വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, സവാളയുടെ ക്വാണ്ടിറ്റി അങ്ങ് വല്ലാണ്ട് അങ്ങ് കുറഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. പെരുംജീരകം വറുത്ത് പൊടിച്ചതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇനി നന്നായിട്ടിത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമ്മൾ വഴറ്റുക. ഇപ്പം പൊടികളുടെ റോസ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായി മാഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. അതിനായിട്ട് ഈ പാൻ നമുക്കിവിടെ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു പാൻ നമുക്ക് വയ്ക്കാം. ഈ പാൻ ഒന്ന് ചൂടായാൽ നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഞാനൊരു 5 മുട്ടയാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മുട്ടയിൽ ഒട്ടും മോയ്സ്ചർ പാടില്ല, കാരണം മോയ്സ്ചർ ഉണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഈ മുട്ടയിൽ എന്തെങ്കിലും നനവിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം കേട്ടോ എണ്ണയിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ മുട്ട ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഒരു 1 to 2 മിനിറ്റ്സ് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഒരു ബ്രൗൺ കളറായിട്ട് വരും. ഇതൊന്ന് റോസ്റ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. കണ്ടൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മസാല പേസ്റ്റ് ഉണ്ടല്ലോ അതിങ്ങോട്ടേക്ക് തിരിച്ചു വയ്ക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് താല്പര്യമെങ്കിൽ ഈ വഴറ്റി വെച്ചിരിക്കുന്ന മുട്ട നേരിട്ട് ഇതിലേക്ക് ആഡ് ചെയ്താൽ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പക്ഷേ ഇത്തിരി ഒരു സെമി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈയിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഒന്ന് നോക്കുക. ഉപ്പ് കുറവാൻ തോന്നുവാണെങ്കിൽ ആഡ് ചെയ്യുക. ഇപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് മിൽക്കും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പക്ഷേ സാധാരണ ഈ എഗ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെള്ളം തന്നെയാണ് ആഡ് ചെയ്യാറ്. ഇതൊന്ന് ഇച്ചിരിയും കൂടി ഒന്ന് തിക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മസാല ഒരു സെമി തിക്കായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ആഡ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഈ വരഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ മസാലയെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കും. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ്സ് ഇതിങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറക്കാം. ഇപ്പം നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.